ഹായ്, എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആശാ ബിനീഷ്. ഞാൻ മുഹമ്മദ് ആസിഫ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് RRB എക്സാം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈം ടേബിൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് പറഞ്ഞു തരാനുമാണ്. അല്ലെ ആസിഫ് സാറ് ഈ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. RRBയുടെ ഒരു ഉസ്താദാണെന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങളെ RRB എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നതാണ്. അപ്പം RRBയുടെ ഗ്രൂപ്പ് ഡി ഇവർക്ക് എല്ലാവർക്കും അറിയാമോ? ഗ്രൂപ്പ് ഡി അറിയായിരിക്കും. 10ാം ക്ലാസ് ലെവലിൽ RRB ഒരുപാട് ആൾക്കാർ എടുക്കുന്ന ഒരു പോസ്റ്റ് ആണ്. അതായത് നമ്മുടെ PSC LDC പോലെ ഗ്രൂപ്പ് ഡിയുടെ RRBക്ക് ഗ്രൂപ്പ് ഡി. അതെ, ഇപ്പൊ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30 ദിവസം കൂടി ഉണ്ട്. അതായത് അടുത്ത മാസം 2-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. മാർച്ച് 2-ാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്ന എക്സാം ആണ് ഈ RRB എക്സാം എന്ന് പറയുന്നത്. 10ാം ക്ലാസ് മതി മക്കളെ നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട്. അപ്പം ഇനി ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. റെയിൽവേയുടെ എക്സാം മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് മലയാളത്തിലും എന്ത് എഴുതാൻ പറ്റും? RRB എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെയാണ് സാർ? എങ്ങനെ ഒരു എഫക്റ്റീവ് ടൈം ടേബിൾ നമ്മൾ ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് കുട്ടികൾക്ക് സിലബസിനെ പറ്റി വലിയ ജ്ഞാനം ഉണ്ടാവില്ല. സിലബസ് അറിയാമെങ്കിലും ഈ ഒരു സിലബസിൽ ഏതൊക്കെ ഭാഗത്തിന് എത്ര ചോദ്യം ചോദിക്കാറുണ്ട്. ബേസിക്കലി പറഞ്ഞാൽ കോർ ഏരിയ അറിയണ്ടാവില്ല. നമുക്ക് കോർ ഏരിയ ഒന്ന് പറഞ്ഞു കൊടുക്കാം. കോർ ഏരിയ എന്തൊക്കെയാണ്, എത്രയാണ്? മാർക്ക് വെയിറ്റേജ് തുടങ്ങാം. മാർക്ക് വെയിറ്റേജ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത് 100 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. 100 മാർക്കിൽ പരീക്ഷ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 4 പ്ലേയേഴ്സ് അവിടെ വരുന്നത്. മാത്സ്, റീസണിങ്, സയൻസ്, ജനറൽ അവയർനെസ്. ആരൊക്കെ വന്നു? മാത്സ് വന്നു, മാത്സ്, റീസണിങ്. ഈ മാത്സും റീസണിങ്ങും ഒരേ ഗണത്തിൽ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരാണ്. എഴുതി എഴുതി തന്നെ പഠിക്കണം. ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ഓക്കെ, ഇവിടെ വരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഏകദേശം 50% വെയിറ്റേജ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും. സോ ഇവരാണ് ഇവിടുത്തെ മേജർ പ്ലേയേഴ്സ്. ഇവർ രണ്ടുപേരെ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം. ഇനി പിന്നെ വരുന്ന ഒരാള് PSCക്ക് അത്ര കണ്ട് മേജർ അല്ലാത്ത, പക്ഷെ ഗ്രൂപ്പ് ഡിയുടെ ഒരു പുലിയാണ് ഇവിടെ വരുന്ന 25 മാർക്കിന്റെ ജനറൽ സയൻസ് എന്ന് പറയുന്നത്. അല്ലെ, അവിടെയാണ് കുട്ടികൾ കുടുങ്ങി പോകുന്നത്. 10ാം ക്ലാസ് ലെവലിൽ ബയോളജി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം. അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പണിയെടുക്കണം. വീണ്ടും വരുന്നു ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് ഒരു പക്ഷെ നിങ്ങൾക്ക് നോട്ടൊക്കെ കിട്ടിയേക്കാം. അവിടെ ഗ്രൂപ്പ് ഡിക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ? കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻ. കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻ. അവിടെയും ബുദ്ധിമുട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, ഇവിടെ കാണാതെ പഠിക്കണം, ഇവിടെ അറിയില്ലാത്ത പുതിയൊരു ടോപ്പിക് പഠിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമുക്ക് സഹായിക്കാൻ പറ്റും. വ്യക്തമായിട്ടൊരു ടൈം ടേബിൾ കൊടുത്ത് സഹായിക്കാൻ പറ്റും. ആ ടൈം ടേബിൾ ആണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ, സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് അതിന്റെ റെലവൻസ് എന്നും ഞങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഓരോ വിഷയങ്ങൾ നമ്മൾ ഒരു ഡേയില് സാർ ഇപ്പം പറഞ്ഞതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതെ, നമ്മളിപ്പോ തുടങ്ങാന്ന് വിചാരിക്കും. ഞാൻ ഏതോ ഒരു ദിവസം തുടങ്ങാണ്. ഞാൻ ഡേ 1, എന്റെ ആ ഒരു ദിവസത്തിന് ഞാൻ ഡേ 1 ആയിട്ട് കരുതി എന്ന് വിചാരിക്കുക. ഓക്കെ, ഡേ 1 ഞാൻ ഒരു 120 ദിവസത്തെ ഒരു ടൈം ടേബിൾ ആണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. 120 ഡേയ്സിന്റെ ടൈം ടേബിൾ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഡേ 1 മുതൽ ഡേ 120 വരെ മാത്സും റീസണിങ്ങും പഠിച്ചേ പറ്റൂ. എല്ലാ ദിവസവും മാത്സും റീസണിങ്ങും പഠിക്കുകയും ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഡെയിലി ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എക്സാംസ് ഇടും. പക്ഷെ ഞങ്ങൾ ടൈം കൊടുക്കുന്നത് നമ്മൾ എല്ലാ ടൈമും കൊടുക്കുന്നില്ല കേട്ടോ. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ എക്സാം CBT എക്സാം ആണ്. അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് അപ്പൊ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ടൈം ഇച്ചിരി കുറച്ചേ എടുത്തുള്ളൂ. കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പം അത് പ്രാക്ടീസ് ചെയ്ത് 120 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് വെച്ച് കുറച്ചിട്ടുമ്പോൾ 25 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ 20 മിനിറ്റ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും CBT എക്സാംസ് തന്നെ ആദ്യം തൊട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ടൈം കുറച്ച് കൊണ്ടുവരിക. അല്ലെ? അതെ, എന്ത് പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ആ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, അവിടെയാണ് മാത്സ് റീസണിങ് വരുന്നത്. ഇവർ ഒരുപാട് സമയം കളയുന്ന ആൾക്കാരാണ്. മാത്സ് ഒരുപാട് സമയം എടുത്താൽ മാത്രം പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ഒന്നും പോരാതെ വരുന്ന അവസ്ഥയാണ്. അപ്പൊ മാത്സിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് മാത്സിന്റെ ഓപ്പറേഷൻ. സംഖ്യകൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതായത് നമുക്കറിയാം പ്രൈം നമ്പർ കോ പ്രൈം നമ്പേഴ്സ് എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും ഇല്ലേ. എന്താണ് നമ്മൾ ബേസിക് കാര്യങ്ങൾ, LCM, HCF, ഇതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്കുള്ളതാ. ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, ഇതെല്ലാം സംഖ്യകളിലെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നത് ആദ്യം
സംഖ്യകളും അടിസ്ഥാന ക്രിയകളും തൊട്ടാണ്. നമ്പർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത് തന്നെ സാധനം. നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിൽ തുടങ്ങുന്നു. ഈ നമ്പർ സിസ്റ്റം ഒരു ഉദ്യോഗാർത്ഥി പഠിക്കണമെങ്കിൽ എത്ര ദിവസം വേണം? നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞാൽ ഈ മാത്സിന്റെ ഫണ്ടമെന്റൽസ് കുറച്ച് സമയം അധികം കൊടുക്കുക. ഫണ്ടമെന്റൽ പിടി കിട്ടിയാൽ അടിത്തറ പാകി കഴിഞ്ഞാൽ മുന്നോട്ട് ബിൽഡ് ചെയ്യാൻ എളുപ്പ. നമ്പർ സിസ്റ്റം അറിയാത്ത ഒരാൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് അങ്ങോട്ടുള്ളത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ മാക്സിമം സമയം കൊടുക്കുക. ഒരു 2-3 ദിവസം, ഞാൻ പറയുന്നത് ഫസ്റ്റ് ആഴ്ച അതിനു വേണ്ടി മാറ്റി വെക്കുക, ഫണ്ടമെന്റൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഈ ഫണ്ടമെന്റലിനെ എവിടെയും വരുന്നത്? റീസണിംഗിലും വരുന്നത്. ഇത് അറിഞ്ഞാലേ പറ്റുള്ളൂ. മാത്സിന്റെ ഫണ്ടമെന്റലിന് ആദ്യം കുറേ സമയം കൊടുക്കുക. അപ്പൊ ഫണ്ടമെന്റൽ കുട്ടി പഠിച്ചു തീരേണ്ട ടോപ്പിക്കുകൾ കൂടെ നമുക്കൊന്ന് പറയാം. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഒരു ഫണ്ടമെന്റൽ പഠിക്കുന്നതിന് മുന്നേ ഞാൻ മാത്സിൽ എത്രത്തോളം സെറ്റ് ആണെന്ന് നോക്കുക. സ്ക്വയേഴ്സ് 30 വരെയുള്ള അക്കങ്ങളുടെ സ്ക്വയർ, ക്യൂബുകൾ പഠിക്കണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 15 വരെയെങ്കിലും പഠിച്ചു വയ്ക്കണം. സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ ഈ സ്കില്ല് കൊണ്ട് പറ്റില്ല. സ്കൂളിൽ പഠിച്ച സ്കില്ലുകൂടെ പറ്റില്ല. ഇവിടെ കുറച്ചുകൂടെ സ്കില്ലിന് മുകളിൽ വരണം. കോമ്പറ്റീറ്റേഴ്സിന് നമ്പർ കണ്ട് ചിലപ്പോൾ മനസ്സിലാവണം. 625 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് എന്തിന്റെ സ്ക്വയർ ആണ്, ഇത് എവിടെയാണ് ഈ നമ്പർ വരുന്നത്. 225 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 169 കണ്ടാലും 196 കണ്ടാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ബാങ്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയല്ലേ കുത്തിയിരുത്തി ആദ്യത്തെ ഒരു 2 മാസക്കാലം എനിക്ക് തോന്നുന്നു അവിടെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാനൊക്കെ കോച്ചിങ്ങിന് പോയപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഇരുന്നു. എത്ര വർഷം കഴിഞ്ഞാല് എനിക്കിപ്പോ ആ ഓർമ്മയുള്ളത് ആ സാധനം തന്നെയാണ്. അതാണ്, അതൊരു മാല പോലെ ഇങ്ങനെ പഠിച്ച് പോവാണ്. അവിടെ കിട്ടുന്ന ഗുണം എന്താ? ഫണ്ടമെന്റൽ ഉറപ്പിച്ചു. റീസണിങ്ങിലും മാത്സിന്റെയും ഫണ്ടമെന്റൽസ് നമ്മുടെ കയ്യിലിരുന്നു. പിന്നെ കയറിക്കോ, ഓരോന്നിലേക്ക് കയറിക്കോ. ഇതെന്താന്ന് വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് നല്ല രസമുള്ള ടോപ്പിക് എന്നാ പിന്നെ കയറിയേക്കാം. ഇൻട്രസ്റ്റ് രസമുള്ള ടോപ്പിക് കയറിയേക്കാം. ലാഭം നഷ്ടം. അതെ. ഇത് ഡ്രൈ ആണ്, എനിക്ക് അറിയാന്നുള്ള തോന്നലും ഉണ്ട്. അപ്പൊ ഇത് റിസ്ക് ഉള്ള ഏരിയ. ഇവിടെ പിടിക്കണം. ഇവിടെ തുടങ്ങിയിട്ട് അപ്പം റീസണിങ് നമ്പർ സീരീസും ആൽഫബറ്റിക് സീരീസും ഒക്കെ എഴുതുന്നുണ്ടോ? നമ്മൾ പല വിധത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം തൊട്ടേ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ റിസോഴ്സ് കുറച്ച് നല്ലതാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹയർ ലെവലിലെ പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ വരെയുള്ള നമ്പർ സീരീസിൽ എന്തൊക്കെ ടെസ്റ്റ് വരാം അല്ലെ, എങ്ങനെ മിസ്സിംഗ് പാറ്റേണിൽ ടെസ്റ്റ് വരാം, ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഈവൻ നേരത്തെ SBയുടെ ഒക്കെ നമ്മൾ ക്ലറിക്കലൊക്കെ എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ മന്ത്ലി മാഗസിൻസ് ഡൽഹിയിൽ നിന്നൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാത്സിന്റെ കുറെ റീസണിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഈ SSC RRB നോക്കുന്നവർ തീർച്ചയായിട്ടും കുറച്ചേറെ ടെസ്റ്റ് സീരീസ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ജേർണൽസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പേടിക്കേണ്ട. ഞങ്ങൾ അതിന്റെ ബാക്കിൽ ഈ പഴയത് എല്ലാ ജേർണൽസിൽ നിന്നും ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് തന്നെ നിങ്ങളിലേക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് തരുന്നത് കേട്ടോ. ഇനിയും അടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ റീസണിലേക്ക് ചാടി. റീസണിങ്ങും മാത്സും തുടക്കം കുറിച്ചു. ഈ തുടക്കം കുറിച്ചു വെച്ചാൽ ഈ ആൽഫബറ്റിക് സീരീസ്, നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ ചെയ്യുന്ന സാധനമാണ്. അത്ര വലിയ കണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സോ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് തുടങ്ങി, നിരുത്സാഹപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ തുടങ്ങി. നേരെ അടുത്ത പ്രശ്നക്കാരൻ ജനറൽ സയൻസ്, ഫിസിക്സിന് നമ്മൾ ഈ ഫിസിക്സ് കൊടുക്കുമ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തേക്കുന്ന ഫിസിക്സ് ആണ്. ഫോഴ്സ്, വർക്ക്, എനർജി, പവർ. ഇവിടെ നിന്ന് കൂടുതൽ എന്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്? ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സിലബസിൽ ഒരൊറ്റ കാര്യം എഴുതിയിട്ടുള്ളൂ, 10th വരെയുള്ള NCERT. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ NCERT പഠിക്കുക എന്നുള്ളതാണ് മിനിമം ചെയ്യേണ്ട കാര്യം. അതിന്റെ മുകളിലേക്ക് കയറാം, 11th-ലേക്കും 12th-ലേക്കും കയറാം, പക്ഷെ 10 കവർ ചെയ്യണം. സോ ഫോഴ്സിന് 10ാം ക്ലാസ്സിലുള്ള NCERT നമ്മൾ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലൈവ് കൊടുക്കുന്നുണ്ട്, അത് പഠിക്കണം. വർക്ക്, പവർ, എനർജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ 10ാം ക്ലാസ് NCERT-ലെ ടോപ്പിക്കുകളാണ്. അപ്പൊ അവിടെ യൂണിറ്റുകൾ ചോദിക്കും. സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്, ഇക്വേഷൻ ബേസ്ഡ്. ഇവിടെ എല്ലാം ഇക്വേഷൻസ് ഉണ്ട്, വാല്യൂ കാണാനും ഒക്കെയുള്ള പലവിധ ഇക്വേഷൻസ് ഉണ്ട്. ഫോഴ്സ്, വർക്ക് എന്നിട്ട് പവർ ചോദിക്കും, എനർജി എന്നിട്ട് വർക്ക് ചോദിക്കും, ഇതെല്ലാം ചോദിക്കും. പിന്നെ ലോസ് റിലേറ്റഡ് ടു ദിസ്, ഇതൊക്കെ അവിടെ അല്ലെ ഫോഴ്സിന്റെ ഈ ഒരു ഏരിയസ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും അത് തന്നെയായിരിക്കും ആ ചോദ്യങ്ങളിൽ ഉണ്ടാകുന്നത്. NCERT പാഠപുസ്തകം നിങ്ങളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ. ഇനിയിപ്പോ സ്റ്റേറ്റിലൊക്കെ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഒരു കുറച്ച് പേടിയുണ്ടാവും. ഞാൻ ഇതൊക്കെ CBSE NCERT കണ്ടിട്ടില്ലാത്തവർ എന്താ ചെയ്യുക? അവിടെയും ഈ SCERT-യും NCERT-യും തമ്മിൽ ഇപ്പൊ വ്യത്യാസം ഇല്ല എന്നുള്ളത് തന്നെയാണ്. വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. SCERT-ൽ കുറച്ചുകൂടെ പടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് ആ ഒരു ബ്രേക്ക് ചെയ്ത് അകത്ത് കയറാനുള്ള ഒരു പേടി കൊണ്ടായിരിക്കും കയറാത്തത്. ആദ്യം ഒന്ന് നിങ്ങൾ SCERT-ലാണ് കംഫർട്ടബിൾ, ഈ ടോപ്പിക് SCERT-യിൽ ഒന്ന് പഠിച്ചെടുക്കുക. അപ്പൊ എന്താ ഗുണം ഉണ്ടാവുന്നത്? നമുക്കൊരു ഐഡിയ കിട്ടും. മലയാളത്തിലുള്ള പുസ്തകം സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് വായിച്ചു തുടങ്ങുക,
ദെൻ എന്തിലേക്ക് പോവുക, NCERT-യിലേക്ക് പോവുക. ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നേരം തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. വലിയ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ നിങ്ങളുടെ ടൈമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരുപാട് സമയം എടുത്ത ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വഴിക്കണക്കുകളൊന്നും ചോദിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ടൈമിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഇവിടെ ചോദിക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം NCERT വിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. സോ അവര് നമുക്കൊരു സേഫ് പ്ലേ വെച്ചിട്ടുണ്ട്. അവിടെ പോയി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ദിവസം നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ GK പഠിച്ചു പോകാനാണ്. അതെ, അത് കുറച്ച് ഇതെന്താണെന്നറിയോ, കുറെ നാളിലേക്ക് മാറ്റി വെച്ച അവസാനം എന്ത് ചെയ്യും, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ GK ഒരു പ്രശ്നമുണ്ട്. GK ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു ടോപ്പിക് അല്ലേ. അതെ, ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ പുറകെ പോകും. നിങ്ങൾ ഒരു കാരണവശാലും, അപ്പൊ ആദ്യത്തെ ടിപ്പ് പിടിച്ചോ, നിങ്ങൾ ഒരു കാരണവശാലും GK മാത്രം പഠിച്ചുകൊണ്ട് മക്കളെ ഇരിക്കരുത്. കാരണം അതൊരു കടൽ പോലാണ്. ഇത് കണ്ടിട്ടില്ല, ഇപ്പൊ റാങ്ക് ഫെയിൽ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും, ഈ റാങ്ക് ഫെയിൽ ഒക്കെ കുറെ വർഷത്തിനൊക്കെ മുമ്പുള്ളതായിരിക്കും. ഇപ്പൊ റീസെന്റിലെ ക്വസ്റ്റിന്റെ പാറ്റേൺ മാറി ഇല്ലേ, അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ആ റീസണിലെ മാറിയ പാറ്റേണിനകത്ത് സത്യം പറഞ്ഞാൽ കൂടുതൽ കൊടുക്കുന്നത് എന്താണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. ഇപ്പൊ നിങ്ങളൊരു ഇപ്പം ഇതിനകത്ത് കൂടുതൽ ചോദിക്കുന്നതാണ് എയർപോർട്ടുകൾ ചോദിക്കും അല്ലെ. അപ്പൊ ആ എയർപോർട്ടുകൾ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കാണാതെ പഠിക്കാനൊന്നും സമയമില്ലെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ വരുന്ന ടോപ്പിക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്ക് കവർ ചെയ്യാനും പറ്റും. GK കംപ്ലീറ്റ്ലി നോക്കണ്ട, പക്ഷെ GK-യിലെ കുറച്ച് കോർ ഏരിയാസ് ആദ്യം തുടങ്ങാം. അതിലൊന്നാണ് ഹാരപ്പൻ. തുടങ്ങാൻ പറ്റിയ സ്ഥലം, ഹിസ്റ്ററി തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. കാരണം അത് NCERT-യുടെ പാഠഭാഗത്തിൽ നിന്നുള്ള ടോപ്പിക്കുമാണ്. അപ്പൊ നമുക്കൊരു എത്ര മണിക്കൂർ വേണ്ടെങ്കിൽ തീർക്കാൻ പറ്റും ഹാരപ്പൻ തീർക്കണമെങ്കിൽ. NCERT ടെക്സ്റ്റ് വായിക്കാന്നുള്ളതാണ് ഏറ്റവും ബേസ്. മാക്സിമം 2 മണിക്കൂർ വേണ്ടവരായിരിക്കും. പിന്നെ നോട്ട്, ഈ നിങ്ങൾ NCERT ടെസ്റ്റ് വായിക്കാൻ പോയ 2 മണിക്കൂർ എടുക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ക്ലാസ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അതിനകത്ത് എല്ലാ സ്റ്റഡി നോട്ട്സും ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിൽക്കുമ്പം ഏറ്റവും പ്രധാനം അവിടെയും അത് ചിലപ്പോൾ PSC ടോപ്പിക് ആയിരിക്കും, UPSC ലെവലായിരിക്കും. എല്ലാവരും NCERT തന്നെ വായിക്കുന്നത്. ഗ്രൂപ്പ് ഡിക്ക് എങ്ങനെ NCERT വായിക്കണം എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുള്ളൂ പറയും. അപ്പൊ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ടൈമാണ് നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കുക. വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ കാണുന്നിടത്തെല്ലാം നിങ്ങൾ ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സമയം തന്നെയാണ് ദൈവം. അപ്പൊ എന്താ നമ്മൾ നോക്കുന്നത്, സമയത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഏറ്റവും ചെറിയ സമയത്ത് നിങ്ങളെ എത്രമാത്രം ഞങ്ങൾക്ക് ഈസി ആക്കി തരാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അന്നത്തെ ദിവസം തന്നെ നമ്മളൊരു ചെറിയ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സും കൊടുക്കുകയാണ്. ബാക്കിലേക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവുക. 2026 ജാനുവരി 1 നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു ടൈം ടേബിളില് അതിൽ നിന്ന് ബാക്കിലേക്ക് നമുക്ക് കൊടുത്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ 2ാമത്തെ ദിവസത്തേക്ക് കിടക്കുകയാണ്. 2ാമത്തെ ദിവസം സാറേ ഡേ 2-ല് സെയിം പരിപാടി തന്നെ ചെയ്യുന്നു. മാത്സ് പഠിക്കുന്നു, റീസണിങ് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു. അവർക്കെല്ലാം വേണ്ട സമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി. ഇത് ചിലപ്പോൾ ഡേ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2-3 ദിവസം എടുക്കാം. എന്താ, നിങ്ങളുടെ പഠനത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ. ഇനി അത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട് കിട്ടാനുള്ള പ്രയാസമായതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. രണ്ടാമത്തെ ഷെഡ്യൂൾസിൽ നിങ്ങൾക്ക് ശരാശരി എന്ന് പറയുന്നത് പ്രോപ്പർ ആവണമെങ്കിൽ സംഖ്യകൾ ക്ലാരിറ്റി വരണം. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് ഇക്വേഷൻസ് ആദ്യം പഠിക്കാനുണ്ട്, ശരാശരിയുമായി ബന്ധപ്പെട്ടത് അല്ലെ. എന്തൊക്കെ പഠിക്കാനുണ്ട്? 1 മുതൽ നിങ്ങൾ ആദ്യം പറയും 1 മുതൽ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുന്നത് എങ്ങനെ, ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുന്നത് എങ്ങനെ, പിന്നെ സ്ക്വയറിൻ്റെത്, ക്യൂബ് ഒക്കെ കുറെ പാറ്റേൺസ് ആണ് അവിടെ ശരാശരിയിൽ വരുന്നത്. പിന്നെന്താണ് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ അല്ലെ. ആദ്യം അതൊന്ന് കവർ ചെയ്ത് പയ്യെ ആപ്ലിക്കേഷനിലേക്ക് കയറുക. അതൊരു ഇക്വേഷൻസ് നിങ്ങളൊരു പേപ്പറിൽ തന്നെ എഴുതി വെച്ച് തന്നെ പിന്നീട് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുക. ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിലെ മാത്സിലെ ഒരു ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കാനും ഒരു ആവറേജ് തന്നെയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഒരു കുട്ടി വരുന്നു, ഒരു കുട്ടി പോയി, എന്നിട്ട് ശരാശരി എന്തൊക്കെ ചോദ്യം ക്ലാസ് മുതൽ പഠിക്കുന്ന അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഈ റീസണിങ്ങിലോ അനലോഗി. അതെ, കേൾക്കുമ്പോൾ പേര് വലിയ ബുദ്ധിമുട്ടായി തോന്നിയാലും നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഉത്തരങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ, സമയം കൂടുതൽ എടുക്കും. ക്വസ്റ്റ്യൻ വലിപ്പം വളരെ കൂടുതൽ വലിപ്പമുള്ള ഒരു ചോദ്യം ഉണ്ടാവുക, പക്ഷെ ഒറ്റയടിക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സമയം എടുക്കും. അനലോഗി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അനലോഗി എങ്ങനെയുള്ള പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് ഫിഗർ അനലോഗി ഉണ്ടാവും, അതുപോലെ നമ്പറിൽ അനലോഗി ഉണ്ടാവും. ആ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ നോളജിൽ എന്തേ മനസ്സിലാവുള്ളൂ, ഒരു 5-10 മിനിറ്റ് എടുത്തിട്ടേ കിട്ടുള്ളൂ. അത് കിട്ടാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് കിട്ടാൻ എന്ത് ചെയ്യണം, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യണം. അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാന്ന് പഠിക്കണം. അവിടെ ഒരു എക്സ്പേർട്ട് പറഞ്ഞു തരണം. റീസണിങ്ങിലെ പ്രശ്നം അതാ, എക്സ്പേർട്ട് പറഞ്ഞു തരണം. എനിക്കറിയാം, എല്ലാവർക്കും അറിയാം.
അവിടെ എക്സ്പേർട്ടിന്റെ സഹായം വേണം. എന്തിനാണെന്നറിയാമോ, അവിടെ ടൈമിന് വേണ്ടി തന്നെയാണ് നമ്മൾ എക്സ്പേർട്ട്. നമ്മൾ ആ എക്സ്പേർട്ടിന്റെ ഒരു വൺസ് നമുക്ക് ഇതിന്റെ ഒരു ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത് നോക്കും. നമുക്ക് ഏതിന് നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യും. റീസണിങ് ചെയ്ത് പിന്നെ നമുക്കൊക്കെ റീസണിങ് ചെയ്ത് ചിലവർക്കൊക്കെ ഭയങ്കര ഭ്രാന്താണ്. ഞാൻ പണ്ട് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന റീസണിങ് ആയിരിക്കും. എനിക്ക് ആപ്റ്റിറ്റ്യൂഡിനേക്കാളും പെട്ടെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊരു ആപ്റ്റിറ്റ്യൂഡ് അത്യാവശ്യം സേഫ് മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. മറ്റേത് നമ്മൾ ചെയ്തു തുടങ്ങി ഇഷ്ടമാണെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമല്ലോ. നമുക്ക് മനസ്സും എടുത്തിരിക്കുമ്പോൾ ഒരു റീസണിങ് എടുത്തിട്ട് രസമാണ് ഒരു പരിപാടിയാണ്. ഇനി ഇന്ന് അടുത്തത് ജനറൽ സയൻസിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ബയോളജിയാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് കോശം. ബയോളജിയും ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ബയോളജി അങ്ങനെ തൊടാറില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടെങ്കിൽ ബയോളജി പോയി. ഫിസിക്സ് കെമിസ്ട്രി ബിടെക് ഒക്കെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചവരാണെങ്കിൽ പോയി. പിന്നെ അവർക്ക് ബയോളജി ഭയങ്കര പാടാണ്. പക്ഷെ എന്താ അതിന്റെ ഒരു ഗുണം? ആരും പഠിക്കാത്തൊരു ടോപ്പിക്ക് ഞാൻ പഠിച്ചാലുള്ള ഗുണം എന്താ? ഞാൻ കട്ട് ഓഫിന് മുകളിൽ പോകും. സോ വിടരുത് ബയോളജി എല്ലാവർക്കും അറിയില്ലാത്ത ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ബയോളജി എടുക്കാത്ത കമ്പ്യൂട്ടർ, എക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ്, വേറെ എന്ത് പ്ലസ് ടു എടുത്താലും ബയോളജി അറിയില്ല. ബയോളജി എടുക്കുന്നവർ എണ്ണം കുറഞ്ഞപ്പോ നമുക്ക് എഡ്ജ് കിട്ടി. മര്യാദയ്ക്ക് പഠിച്ചാൽ ബാക്കിയുള്ളവരെക്കാളും മാർക്ക് സ്കോർ. ബയോളജി വിടരുത്. ഇനി അടുത്തത് എന്താണ്? അന്നും നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഹിസ്റ്ററി, പൊളിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ ടോപ്പിക്ക് കയറ്റി. കറന്റ് അഫയേഴ്സും പൊളിറ്റിയുടെ പ്രത്യേകത നമ്മൾ ഹിസ്റ്ററിയും പൊളിറ്റിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ച്വൽ ആണ്, ഭയങ്കര ഫാക്ച്വലാണ്. ആർട്ടിക്കിൾ പഠിക്കണം, പിന്നെ എന്താണ് കൊല്ലങ്ങൾ പഠിക്കണം. ഭരണഘടന നിർമ്മാണ സഭ തുടങ്ങിയ കൊല്ലം പഠിക്കണം, എത്ര കൊല്ലം കൊണ്ട് അത് തീർത്തതെന്ന് പഠിക്കണം, എത്ര പേരുണ്ടായെന്ന് പഠിക്കണം, പല കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്, ബാക്കി അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻസ് ആരാണ്, ഇതെല്ലാം പഠിക്കണം. സോ അവിടെ കുറച്ച് സമയം എടുക്കും. പക്ഷെ അതെന്താ ചെയ്യണ്ടേ? ഒരു വട്ടം എഴുതി വെക്കുക, പിന്നീട് ഒരാഴ്ച റിവൈസ് ചെയ്യുക, അങ്ങനെ തന്നെ പഠിക്കണം. വേറെ വഴിയൊന്നുമില്ല. ഇത് ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കാൻ പറ്റില്ല. ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഒരു. പക്ഷെ ക്വസ്റ്റ്യന് ഡെപ്ത് ഇല്ല. ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ കഴിഞ്ഞു, ചോദ്യം അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ല റിവിഷൻ. അവിടെ കുറെ കമ്മിറ്റീസ് ഉണ്ടായിരിക്കും. ആ കമ്മിറ്റീസ് ആരെ ഹെഡ് ചെയ്തു, അതിന്റെ പ്രത്യേകത എന്തായിരുന്നു, ബേസിക് കാര്യങ്ങൾ പഠിക്കുക. ആരൊക്കെ മെമ്പേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് എത്ര പേരുണ്ടായിരുന്നു, വനിതാ പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിച്ചു പോകുക. വേദകാലഘട്ടം നമ്മള് ഹിസ്റ്ററിയുടെ ഒരു ഒഴുക്കാണ്. ആദ്യം നമ്മൾ ഹാരപ്പം പഠിച്ചു, അടുത്ത പിന്നെ ഒരു സൊസൈറ്റി പഠിക്കാനുള്ള വേദിക് സൊസൈറ്റിയാണ്. അവിടെയും ഒരുപാട് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഗ്രൂപ്പ് ഡിക്ക് പൊതുവെ ചോദ്യങ്ങൾ കുറഞ്ഞ ഏരിയ ആണ്. അത്ര കണ്ട് സമയം കൊടുത്താൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് പ്രാധാന്യം കൊടുക്കുക, എന്തൊക്കെയാണെന്ന് അറിയുക, അത് മാത്രം പഠിക്കുക. വൈഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ വേദകാലഘട്ടം എത്ര നാൾ വേണേലും പഠിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ഈ പരീക്ഷയ്ക്ക് ആവശ്യമില്ല. കുറച്ച് ക്രിസ്പി ആയിട്ട് പഠിക്കുക. ദെൻ കറന്റ് അഫയേഴ്സ് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത്. പെർ ഡേ എന്നാണ് നമ്മൾ ഇട്ട് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സെക്ഷൻസ്, അതായത് ഇപ്പൊ ജാനുവരി മാസത്തിലെ അപ്പോയിന്റ്മെന്റ്സ് മാത്രമായിട്ട് നോക്കാം, ജാനുവരി മാസത്തിലെ സ്പോർട്സ് മാത്രമായിട്ട് നോക്കാം, ജാനുവരി മാസത്തിലെ തീംസ്, ഇതൊക്കെ എന്താ പറയുന്നത്, ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഡേയ്സ് ആൻഡ് തീംസ് ചോദിക്കാം. ജാനുവരി മാസത്തിലെ എക്സസൈസുകൾ, അതായത് നേവി ഒരു എക്സസൈസ് നടത്തും, അല്ലെങ്കിൽ മിലിറ്ററി ഒരു എക്സസൈസ് നടത്തും, അതൊക്കെ ചോദിക്കും. അടുത്ത എന്താണ്, നമ്മുടെ പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഡേ വന്ന ഈ മന്താണ് ജാനുവരി എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെർ ഡേ പോകാം, അല്ല എങ്കിൽ നിങ്ങൾ കൺസോളിഡേറ്റഡ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ട്, എഴുതി വെക്കുന്നവരാണെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് സയൻസ് ആൻഡ് ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യകൾ, പിന്നെ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് പ്രോജക്ട്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്, അത് പഠിക്കുക. പിന്നെന്താണ് എയർപോർട്ടുകൾ അല്ലെങ്കിൽ NHന്റെ നമ്മുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനകത്താണ് പാലങ്ങൾ ഒക്കെ വരുന്നത്. ബഡ്ജറ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിനൊക്കെ നല്ല പ്രാധാന്യം ഉണ്ടായിരിക്കുന്ന പരീക്ഷയായിരിക്കും RRB ഗ്രൂപ്പ് ഡി. GI ടാഗ്, അതായത് ഓരോ പ്രദേശത്തിന്റെയും GI ടാഗിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ, ഇതൊക്കെ അവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒക്കെയും നിങ്ങൾ ഒരു മന്തിന്റെ കറണ്ട് അഫയേഴ്സിൽ ഇവയൊക്കെ തന്നെയും എഴുതിയെടുക്കുക. ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സ് ഞാൻ ഈ പറഞ്ഞതിൽ ഒരുവിധം ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പറഞ്ഞത് അല്ലെ. ഇനി അടുത്ത ദിവസത്തെ നമുക്ക് മൂന്നാമത്തെ ദിവസത്തിലേക്ക് പോകാം. നിങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ എവിടേക്ക് പോകണം, ഡേ 3 എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. സംഖ്യകൾ മനസ്സിലാക്കി. ആ സംഖ്യകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പോകുന്ന ടോപ്പിക്ക് ബോർഡ് മാസിലേക്കാണ്. അതെ, നമ്മൾ അടിത്തറ പാകി കഴിഞ്ഞു, പതിയെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ, ബോർഡ് മാസ് പഠിക്കണമെങ്കിൽ സംഖ്യ പ്രോപ്പർ ആവണം. എന്താണ് കേളി ബ്രാക്കറ്റ്, എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ്, അതിന് എവിടെ പ്രയോറിറ്റി വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആ ബ്രാക്കറ്റിനൊക്കെ ഇട്ട് കണക്ക് ചെയ്ത് പ്രാക്ടീസ് ആണ് എങ്കിൽ, ഓഫും ഇന്നും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ വാല്യൂ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം മക്കളെ.
സൈനിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യണം. എറർ ഇല്ല എങ്കിൽ ഒരു നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നൊരു കൺസെപ്റ്റ് ഇല്ല, സമയം കിട്ടില്ല. അതാണ് അവിടെയും കൺസെപ്റ്റ്. പ്രാക്ടീസ് ചെയ്യാം. മിസ് പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാം. അന്ന് റീസണിങ്ങിലെ ക്ലോക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസണിങ്ങിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എല്ലാവർക്കും അറിയാം സമയം എത്ര നേരം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഈ ഒരു ഇതിന്റെ മിറർ ഇമേജ് തന്നിട്ട് സമയം കണ്ടെത്താൻ പറയും. 2 സൂചി, മിനിറ്റ് സൂചിക്കും അവർ സൂചിക്കും ഇടയിലുള്ള സമയം കണ്ടെത്താൻ പറയും. ഇതിലെല്ലാം ചെറിയ ചെറിയ ഇക്വേഷൻസും പൊടിക്കൈകളും ഉണ്ട്. പൊടിക്കൈകൾ കയ്യിലില്ലേ സമയം പോകും. പിന്നെ ക്ലോക്ക് കുറച്ചുകൂടെ റീസണിങ്ങിലെ സേഫ് ടോപ്പിക്കാണ്. പഠിക്കാൻ എളുപ്പമാണ്. പഠിക്കാൻ എളുപ്പമാണ്. മാർക്ക് സ്കോർ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതൊരു ഉറപ്പാണ്. കാരണം ഇത്ര പാറ്റേണേ ക്ലോക്കിൽ വരത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ആണ് RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി. പാനലോഗി എന്ന് പറയുന്നത് ചിലപ്പം അവിടെ ചെന്നിട്ട് എങ്ങാനും കുറച്ചുകൂടെ പ്രയാസമുള്ള ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഇതല്ല, സേഫ് ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോവുകയാണ്. മെറ്റൽസിലേക്ക് പോവാണ്. മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിലെ ഒരു സംഭവമാണ്. കെമിസ്ട്രിയിലെ ഒരു സംഭവമാണ്. വീണ്ടും ഓർഗാനിക് കെമിസ്ട്രി മറ്റു സാധനങ്ങളൊക്കെ വരും. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ടു NCERT. NCERTയിൽ എന്തുണ്ടോ, നമ്മൾ എന്ത് പഠിപ്പിക്കുന്നോ വിശ്വസിക്കുക, പഠിക്കുക. അതിൽ അപ്പുറേറ്റ് പോയാൽ ഒരു പക്ഷെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ലെവലിലേക്ക് പോയി NTPC ലെവലിലൊക്കെ പോയി പഠിക്കാൻ പോയാൽ ബുദ്ധിമുട്ടാവും. ഗ്രൂപ്പ് ഡിയുടെ ചോദ്യങ്ങളെ മനസ്സിലാക്കുക, NCERTനെ കൈവയ്ക്കുക, പഠിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. അപ്പം നിങ്ങൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമുക്ക് ചിലപ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. എഴുതി ആദ്യം തന്നെ നോക്കുക. ഒരു ഫിക്സഡ് ടൈമിൽ മാത്രം അതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ആ ഫിക്സഡ് ടൈം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സാർ? ഇപ്പൊ ഒരു ടൈമിന് ടോട്ടൽ ഒരു പെർസെന്റേജ് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കുക എന്റെ കയ്യില് 10 മണിക്കൂറുണ്ടെന്ന് വിചാരിക്കുക. നാളെ മിസ് എന്നോട് പറയാം എനിക്ക് 10 മണിക്കൂർ ഇല്ല സാറേ, എനിക്ക് 8 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ മണിക്കൂർ പറയാൻ അർത്ഥം നമുക്ക് ശതമാനത്തിലേക്ക് കടക്കാം. 100% നിങ്ങളുടെ കയ്യിലുള്ള ടൈം, അത് എത്രയോ ആയിക്കോട്ടെ. നിങ്ങൾ മാത്സിന് എത്ര സമയം കൊടുക്കണം? മാത്സ് ആൻഡ് റീസണിങ് രണ്ടിനെയും ഒരേ ഗണത്തിൽപ്പെടുത്തുക. കാര്യം എന്താ? രണ്ടും പ്രാക്ടീസ് വേണ്ട സാധന. പഠനത്തിനേക്കാൾ കൂടുതൽ പ്രാക്ടീസിന് സമയം വേണ്ട സാധന. ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് അങ്ങനെയല്ല. പഠനത്തിനാണ് സമയം കൂടുതൽ, പ്രാക്ടീസിനല്ല. അവിടെ എത്ര പോയി? ഒരു 40% ടൈമെങ്കിലും അവിടെ കൊടുത്തേ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. 50% സിലബസ് ഉള്ള ഒരു ടോപ്പിക്കിന് 40% സമയം കൊടുക്കണ്ടേ? കൊടുക്കണം. 40 അവിടെ കൊടുത്തു. അടുത്ത 30% മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഇനി 2 ആൾക്കാരേ ഉള്ളൂ, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം ഏതായിരിക്കും? ജനറൽ സയൻസ് ആയിരിക്കും. 30 മാർക്ക് അവിടെ കൊടുത്തു. 70% നമ്മുടെ സമയം അതിൽ കളഞ്ഞതിന് ശേഷമേ ജനറൽ അവയർനെസ് ആലോചിക്കാൻ പാടുള്ളൂ. കാര്യം നമ്മൾ ജയിപ്പിക്കാൻ പോകുന്ന, എനിക്ക് 100ൽ 70 മാർക്ക് തരാൻ പോകുന്ന ആൾ ആരാ? ഇത്രയും 3 ടോപ്പിക്കുകളായിരിക്കും അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് അല്ലാതെ എങ്ങനെയായിരിക്കണം ആ പാറ്റേൺ എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഇത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇവിടെ എന്തായിരിക്കണം? ഒരു ദിവസം ഒരു CBT എക്സാമോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഞങ്ങൾ ചെയ്യുന്നതാണ് ഇത് സൈഡിൽ കാണാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതിൽ എന്തൊക്കെ നിങ്ങളെ സഹായിക്കാം? GKയിൽ നിങ്ങൾ ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമുക്ക് റീസണിങ്ങും മാത്സും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സഹായിക്കാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതേപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ നമ്മൾ കുത്തിക്കെട്ടി വെച്ച് അത് നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF-ഉം സൊല്യൂഷനും ഒക്കെ നിങ്ങൾക്ക് എന്തിൽ കിട്ടും? ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമായിരിക്കും. ഇനി അടുത്തത് 4ാമത്തെ ഒരു ദിവസത്തെ ഡേയും കൂടെ നമുക്ക് പറയാം. എന്തൊക്കെയാണ്? വീണ്ടും സ്ട്രക്ചർ സെയിം ആണ്, ടോപ്പിക്കുകൾ മാറുന്നു എന്നുള്ളതാണ്. 4ാമത്തെ ദിവസം നിങ്ങൾ പഠിച്ചു വരുമ്പം നിങ്ങൾ കൊടുക്കേണ്ടത് ഭിന്നസംഖ്യയിലേക്ക് പോകുക. സംഖ്യ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഭിന്നസംഖ്യ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ പറ്റും. ഭിന്നസംഖ്യയിൽ അതോടൊപ്പം തന്നെ ഭിന്നസംഖ്യ കഴിഞ്ഞ് ഇനി അടുത്തത് മാത്സ് ആണ്, റീസണിങ് ആണ്, ബ്ലഡ് റിലേഷൻ. ഇതും ഈ പറയുന്ന പോലെ കുഴപ്പിക്കുന്ന എന്നാൽ എളുപ്പമുള്ള ചോദ്യമാണ്. കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടും. പക്ഷെ എന്താ? കഷ്ടപ്പെടണം, അതിന്റെ പുറകെ ഇരിക്കണം, ആൾക്കാരെ മനസ്സിലാക്കണം. ആരാണ് നെഫ്യൂ, ആരാണ് നീസ്, ഇതെല്ലാം മനസ്സിലാക്കണം. അവിടെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഒരു പക്ഷേ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ റീസണിങ്ങിന് ഇപ്പൊ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ആണുങ്ങളെ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് ആ ഒരു ഫോളോ. ഇപ്പൊ റിലേഷൻ താഴോട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വരകൾക്കും ചിലർക്ക് ഇങ്ങനെ 2 വര അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ പെട്ടെന്ന് പിക്ചറിൽ ചെയ്യാറുണ്ട്. മെയിലാണെങ്കിൽ അങ്ങനെയാണോ സാറിന്? ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നു. അത് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അവരിങ്ങനെ ഒരു ക്രോസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ എന്താ, ഇവർക്ക് തന്നെ ആങ്ങളെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വെട്ടാൻ പോയി കഴിഞ്ഞാൽ ആങ്ങളെ ആയിരിക്കും ഈ പോകുന്നത്.
അത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവരെ ഞാൻ അവരെ ആക്കിയല്ലോ, പിന്നെ അവർ സെറ്റായി. അപ്പൊ എനിക്കാണ് 2 ആരോയാണ്, ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു ആരോയാണ് വരുന്നത്. അതെ. അപ്പൊ നിങ്ങളെ എന്താണോ നിങ്ങളുടെ സാർമാര് പഠിപ്പിച്ച് വെച്ചേക്കുന്നത് ആ അത് നിങ്ങൾ ഫോളോ ചെയ്യുക, ഒരൊറ്റ പാറ്റേൺ പിടിച്ച് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് സൊല്യൂഷൻ ആകാൻ ഒരു തെറ്റ് വന്നാൽ 1 മിനിറ്റോ 2 മിനിറ്റോ പോയി അവിടെ. സോ ആ പാറ്റേൺ, നിങ്ങളുടെ പാറ്റേൺ ഉറപ്പിക്കുക. 10-15 പാറ്റേൺ പഠിക്കാതിരിക്കുക. അത് വളരെ ഇപ്പൊ നമ്മൾ തമ്മിൽ പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ചതല്ല നിങ്ങൾ പഠിച്ചേക്കുന്നത്, ഞാൻ ചെയ്ത രീതിയിലല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടേതായ പാറ്റേൺ പ്രോപ്പറായിട്ട് പഠിക്കുക, അതിൽ തന്നെ നമ്മൾ ചെയ്യുക. നമുക്ക് സൊല്യൂഷൻ കിട്ടിയാൽ മതി, അത് പ്രോപ്പർലി ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? ഹിസ്റ്ററി പറയുമ്പോൾ ഹിസ്റ്ററിയിൽ വീണ്ടും നമ്മൾ വേദം കഴിഞ്ഞു. അടുത്തത് ഇനി ഓരോരോ സാമ്രാജ്യങ്ങളാണ്. മൗര്യം വരും, ഗുപ്ത വരും, ഇനി ഓരോരുത്തർ വരും. നമ്മൾ ആദ്യം മൗര്യം പഠിക്കുന്നു. മൗര്യന്റെ ഭരണ സംവിധാനം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്, അത് പഠിക്കണം എന്നല്ല, ഉണ്ട്. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വളരെ ക്രിസ്പ് ആയിട്ടുള്ള പഠിക്കുക. ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ RRBക്കായാലും SSCക്കായാലും അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. ഭരണ സംവിധാനത്തിൽ വരുന്ന മന്ത്രിയുടെ പേര്, രാജാവിന്റെ പേര്, ഭൂനികുതിയുടെ പേര്, അല്ലെ, ഇങ്ങനെയുള്ള പല ടോപ്പിക്കുകൾ ആർക്ക് കൊടുത്തു എന്നൊക്കെയുള്ളത് അവർ ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ടല്ല. ഇപ്പൊ മുകളാണെങ്കിൽ ഇതിന്റെ മുകളിലെ പേര് ചോദിക്കും, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അവരുടെ ഓരോന്നിനും പറയുന്ന പേരുകളാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇനി നമ്മൾ ജോഗ്രഫിയുടെ ഒരു ടോപ്പിക് തുടങ്ങുന്നുണ്ട്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. എന്ത് പഠിച്ചില്ലേലും പഠിച്ചു വെക്കുക. ജോഗ്രഫി ആണെന്ന് വിചാരിക്കരുത്. ജോഗ്രഫി എന്ന് പറയാൻ പറ്റില്ല, ഇത് സ്റ്റാറ്റിക് ആയിട്ടുള്ള GK ആണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, ഇന്ത്യയുടെ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ചോദിക്കാം. കാണാതെ പഠിച്ചേക്കുക. അതിനെ ജോഗ്രഫി പൊളിറ്റി ഒന്നും കാണണ്ട, GK അത് പഠിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും. അപ്പൊ അവിടെ എന്തൊക്കെ ചോദിക്കും? ക്യാപിറ്റൽ ചോദിക്കാം, ബൗണ്ടറി ചോദിക്കാം, പിന്നെന്താണ് ഈ പറയുന്ന ബൗണ്ടറി സംരക്ഷിക്കുന്ന സേന ആരാന്ന് ചോദിക്കാം. അസം റൈഫിൾസ് ആണോ, ITBP ആണോ, ആരാന്നൊക്കെ ചോദിക്കാം. അതെ. പിന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്, എത്ര ദൂരമാണ്, ഏറ്റവും വലുതേത്, ഏറ്റവും ചെറുതേത്, ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഇതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ഇത് പഠിക്കാൻ വലിയ രീതിയിലുള്ള മെനക്കെടുന്നു. ഇതെന്താ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നം ഉണ്ടായി, സ്വാഭാവികമായിട്ട് പഞ്ചാബ് ഒന്നും നമുക്കറിയാം, ഗുജറാത്ത് നമുക്കറിയാം. നമ്മളതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി ഒരു സ്ഥലത്ത്. പിന്നെ ഒരു ബോർഡൊക്കെ വെച്ച് പഠിച്ച് വളരെ ആക്റ്റീവായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക പറ്റുന്ന ടോപ്പിക്കാണ്. ദെൻ നമ്മൾ ഓരോ ദിവസവും നമുക്ക് എല്ലാ ദിവസത്തെയും കലണ്ടർ ഇതുപോലെ ടൈം ടേബിൾ പറയാൻ പറ്റില്ല. ഇങ്ങനെ ഞങ്ങളൊരു ടൈം ടേബിൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ ടൈം ടേബിൾ ലഭിക്കുന്നതിനും ഒക്കെ ഞങ്ങളെ കണക്ട് ചെയ്യുക. ഇപ്പൊ ടോട്ടൽ RRBയുടെ ഒരു സ്ട്രക്ചർ ഞങ്ങൾ പറഞ്ഞു തന്നു. ഇതേപോലെ നിങ്ങൾ ആദ്യം, നിങ്ങൾക്ക് എക്സാം വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏകദേശം ഒരു 6 മാസമാണ് എടുക്കാറ്. ഇത് പക്ഷെ ഒറ്റ CBT ഉള്ളൂ. ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ ജീവിതം അങ്ങ് മാറും. ഒറ്റ പരീക്ഷയുള്ളൂ, 6 മാസമാണ് സമയം എടുക്കാറ്. റെയിൽവേ ഇപ്പൊ ഒരുപാട് പരീക്ഷകൾ നടത്തുന്നത് കൊണ്ട് ഇപ്പൊ ഗ്രൂപ്പ് ഡി നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വട്ടത്തെ ഇനി എന്തായാലും ഒരു 6 മാസം കഴിയാതെ അവർക്ക് അടുത്ത ഗ്രൂപ്പ് ഡി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് 6 മാസം കിട്ടുമെന്ന് ഉറപ്പിക്കുക, ബാക്കി കിട്ടുന്നതെല്ലാം ബോണസ്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർക്ക് ആദ്യം എന്താണ്, ചെറിയ ചെറിയ ടോപ്പിക്കിൽ തുടങ്ങുക. തനിയെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ഹെൽപ്പ് എടുക്കുക. ഇതൊരു മത്സര പരീക്ഷയാണ്, നമ്മുടെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ കൃത്യമായി സഹായിക്കാനുണ്ടാകും. ഞങ്ങളുടെ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടെസ്റ്റ് സീരീസും ഡൗട്ട് ക്ലിയറൻസും ഒക്കെ അടങ്ങി നിങ്ങളെ സജീവമാക്കി നിർത്തുന്ന ഒരു എൻ്റയർ ടീം CCക്കുണ്ട്. എല്ലാ സഹായങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെയും ഇവിടെ എടുക്കാം. ഒരു CBT എക്സാം ട്രൈ ചെയ്ത് നോക്കുക. താഴെ അതിൻ്റെ ഒരു ലിങ്കും കൊടുക്കാം, എങ്ങനെയുണ്ട് എന്ന് അറിയുക. ഇനി എന്താണ്, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടൊക്കെ, അല്ലേ? അപ്പം താങ്ക് യു സോ മച്ച്.